ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ഫസ്റ്റ് ഇയർ PDS പഠിക്കുന്ന നിതിൻ രാജ് എന്ന് പറയുന്ന പയ്യന്റെ ആ ഒരു മരണ വാർത്ത ഇതിനകം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിനെപ്പറ്റിയാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിന്റെ ഒന്ന് രണ്ട് അതർ സൈഡ്സും കൂടെ പറയാനുണ്ട്. ഏപ്രിൽ 10 ആയിരുന്നു ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. ഉച്ചയ്ക്ക് 1:15 ഈ പയ്യൻ മെഡിക്കൽ കോളേജിന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുകയാണ് ചെയ്തത്. ട്രിവാൻഡ്രം ഉഴമൽക്കൽ സ്വദേശിയാണ് ഈ പയ്യൻ. 2 കൊല്ലം നീറ്റ് പരീക്ഷ എഴുതി 3ാമത്തെ തവണ മെറിറ്റ് സീറ്റിൽ ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതാണ്. ഈ ഒരു ആത്മഹത്യ എന്തുകൊണ്ട് ഇത്ര ചർച്ചാ വിഷയമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോളേജിലെ സ്റ്റാഫ്, HODയും ബാക്കി ട്യൂട്ടേഴ്സും കുട്ടികളോടുള്ള സമീപനം, ഈ നിതിനുമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഫാമിലി, ഈ കോളേജിലെ HODയുടെ പേരും പിന്നെ 1-2 വേറെ ടീച്ചേഴ്സിന്റെ ഒക്കെ പേരാണ് പറയുന്നത്. ഇവർ കാരണമാണ് തൻ്റെ മകൻ മരിച്ചതെന്ന്. കാസ്റ്റിന്റെ പേര് പറഞ്ഞ്, സ്വന്തം നിറത്തിന്റെ പേര് പറഞ്ഞ്, ബോഡി ഷേമിങ് ചെയ്ത്, കുട്ടികളുടെ മുന്നിൽ വെച്ച് പരസ്യമായിട്ട് അപമാനിച്ച്, ഇത്തരത്തിലൊക്കെയാണ് ആ പയ്യനെ ആ കോളേജിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഡോക്ടർ MK റാം, ഡെന്റൽ അനാട്ടമിയുടെ HOD ആണ് ഇദ്ദേഹം. പിന്നെ ഡോക്ടർ സംഗീത എന്ന് പറയുന്ന ഒരു അസോസിയേറ്റ് പ്രൊഫസറിന്റെ പേരും കേൾക്കുന്നു. അവരെയൊക്കെ പറ്റി നമുക്ക് സംസാരിക്കാം. ഈ ഡോക്ടർ റാമിനെ പറ്റി വളരെ വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. അവിടുത്തെ കുട്ടികളിൽ നിന്ന് അറിഞ്ഞ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇദ്ദേഹത്തെ പറ്റി, ഈ മഹത് വ്യക്തിയായിട്ടുള്ള റാമിനെ പറ്റി. എന്താണെങ്കിലും ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ സെക്ഷൻ 194 അൺനാച്ചുറൽ ഡെത്തിന് കേസ് ഫയൽ ആയിട്ടുണ്ട്. ഈ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡോക്ടർ റാം ആൻഡ് ഈ സംഗീത, ഇവരെ രണ്ടുപേരെയും സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. കാര്യമൊന്നുമില്ല, കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം. ആദ്യം ഈ നിതിന്റെ ചേച്ചി ഈ കോളേജിനെ പറ്റി പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം. പിന്നെ പ്രിൻസിപ്പലിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്. കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. HOD ഇങ്ങനെ സംസാരിച്ചല്ലോ, അതായത് പട്ടിയെ പോലെയാണ്, നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലെല്ലാം എല്ലാ രീതിക്കും അവനോട് നല്ല ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. റാം സാറ് ഇവിടെ പഠിക്കുന്നത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ അയാൾ കൊന്നിട്ടേ പോകുള്ളൂ. അത് ആദ്യമേ പറഞ്ഞു. പുഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടേടാ, നീ എവിടെ പഠിച്ചത്? നീ ഇത് ഓരോ സ്റ്റുഡൻസിന്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. അങ്ങനെ അയാൾ അവിടെ കിടന്ന് പിള്ളേർ ചിരിക്കണം, അയാൾ ചിരിക്കണം. ഇപ്പം ഇവനെന്നല്ല, ഏത് ആ ക്ലാസ്സിലുള്ള വേറൊരു കൊച്ചുണ്ടായിരുന്നു, ഷയാന എന്ന് പറയുന്നത്. ആ കൊച്ചിനെതിരെയും ഇതുപോലെ സെയിം, അതായത് വേറെ എന്തോ മുസ്ലിമാണ് ആ കൊച്ച്, അതിന്റെ ഇതിൽ ഒരു ഇത് വന്നായിരുന്നു. ഈ കോളേജിൽ ഇവന് നേരിട്ട ഈ കാര്യങ്ങളെ പറ്റിയാണ് ചേച്ചി പറയുന്നത്. പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല എന്നാണ് പ്രിൻസിപ്പലിന്റെ വാദം. പക്ഷെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ റാം എന്ന് പറയുന്ന ഇവന് ഡോക്ടർ എന്നൊന്നും ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല. അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് വെറും ഫ്രോഡാണ്. കുട്ടികളെ പബ്ലിക്കായിട്ട് അപമാനിക്കുക. ആ ഒരു ഇൻസിഡന്റ് ഇവർ പറയുന്നുണ്ടല്ലോ, അവന്റെ ആൻസർ ഷീറ്റ് പബ്ലിക്ലി വായിച്ച് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് എടുത്തെടുത്ത് വായിച്ച് കുട്ടികളുടെ മുൻപിൽ വെച്ചിട്ട് അപമാനിക്കുന്ന തരത്തിൽ. ആരെങ്കിലും ഇത് കേട്ടിട്ട് ചിരിക്കാതിരിക്കുവാണെങ്കിൽ അവരെ വഴക്കുറൻ ചിരിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇയാൾ കുട്ടികളെ ട്രീറ്റ് ചെയ്തിരുന്നത് ഭയങ്കര ശത്രുക്കളെ പോലാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയിട്ട് ത്രട്ടനിങ്ങും. ഇവർക്കെതിരെ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ കുട്ടികളുടെ ഭാവി ഇവർ നശിപ്പിച്ച് കളയും. നഴ്സിംഗ് കോളേജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബോയ്സ് കുറവായിരിക്കും, ഗേൾസ് ആയിരിക്കും കൂടുതൽ. സാധാരണ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത് ബോയ്സ് ആണ്. ബോയ്സിന്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവർക്ക് അടക്കി ഭരിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ആരും പ്രതികരിക്കത്തില്ലായിരുന്നു. ഇന്ന് ഇതിനെ പുഴുത്ത പട്ടി, പേപ്പട്ടി, ഈ രീതിയിലൊക്കെ വിളിച്ചാണ് അധിക്ഷേപിച്ചിട്ടുള്ളത്. ഈ ഡോക്ടർ റാം എന്ന് പറയുന്ന യവന്റെ വായിൽ നിന്ന് ഈ പയ്യന്റെ അച്ഛനും കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പുള്ളിക്കാരന്റെ വാക്കുകൾ ഞാനൊന്ന് വെക്കാം, വീഡിയോ പ്ലേ ചെയ്യുന്നില്ല, ഓഡിയോ മാത്രം വെക്കാം. എന്റെ മോനെ ഇങ്ങനെ ഈ ഗതികേട് അവർ വരുത്തിയല്ലോ. റാം എന്ന് പറയുന്ന HOD അയാൾ എന്നോട് മോശപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു കണ്ണമ്മൂല സൈറ്റിൽ പണിയും കഴിഞ്ഞ് വന്നപ്പോഴും ഇയാളെ കോള കിടക്കും. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴും ഞാൻ HOD ആണ്, പ്രിൻസിപ്പാളിനെ വിളിക്കും. എന്തിനാ എന്റെ ഫോണിൽ വിളിച്ച്, ഇനി മേലെ എന്റെ ഫോണിൽ വിളിക്കല്ലെന്ന് പറഞ്ഞ് ഒരുപാട് എന്നെ ആക്ഷേപിച്ചു. ഞാൻ സോറിയൊക്കെ പറഞ്ഞിട്ടും എന്നെ വിട്ടില്ല. മേലിൽ ഇങ്ങനെ വിളിക്കല്ലേ, കാരണം നിങ്ങൾ താഴെ തട്ടിലുള്ളവരാണ്. ഞാൻ എത്ര രൂപ ശമ്പളം വാങ്ങിക്കണമെന്നറിയാം. ഞാൻ അവിടെ എല്ലാവരും അധിപനാണ്. നീ മേലില് നീ തന്നെ ആക്ഷേപിച്ചു, നീ മേലിൽ എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞു. ആ രീതിയാണ് എന്റെ മോനെ അവിടെ പ്രൊമോട്ട് ചെയ്തവർ. ഒരു കുട്ടീന്റെ മാതാപിതാക്കളുടെ അവസ്ഥ ഇതാണെങ്കിൽ ആ കുട്ടി അവിടെ എന്തൊക്കെയായിരിക്കും അനുഭവിക്കുക? ജസ്റ്റ് ചിന്തിച്ചാൽ മതി. ഇവനങ്ങ് അങ്ങ് കോമലേരത്തെ ഏതോ വലിയൊരു നാരിയായിട്ടാണ് ഇവൻ സ്വയം വിശേഷിപ്പിക്കുന്നത്. ഇവനെ ആരും തൊടൂല എന്നുള്ള ഒരു രീതിയാണ്. ഇവൻ പഠിപ്പിച്ച കുട്ടികളിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവനെ ഡോക്ടർ എന്ന് പോലും വിളിക്കാൻ തോന്നില്ല, കൊള്ളില്ല, അതിനുള്ള ക്വാളിറ്റി പോലും ഇവനില്ല. സ്റ്റുഡൻസിനെ വായി തോന്നിയത് എന്തും, എത്ര മോശം വാക്കാണെങ്കിലും അത് സംസാരിക്കും. അവിടെ പഠിക്കാൻ വന്ന, അവിടെ പഠിച്ചിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഇവൻ കാരണം ട്രോമയാണ് ഉണ്ടായിട്ടുള്ളത്.
അത്രയും മാനസികമായിട്ടാണ് ഇവൻ പിള്ളേരെ പീഡിപ്പിക്കുന്നത്. ഒരു കുട്ടി തടിച്ചിരിക്കുകയാണെങ്കിൽ അവളെ ആ വണ്ണത്തിന്റെ പേര് പറഞ്ഞ് കളിയാക്കും. ഇവൻ ഒരു ദിവസം ഒരു കുട്ടിയെടുത്ത് പറയുകയാണ്, ഷവർമ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിനെ വരെ നീ റേപ്പ് ചെയ്യുമല്ലോ എന്ന്. ഒരു വണ്ണമുള്ള കുട്ടിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുക. അത്രയും എക്സ്ട്രീം ലെവൽ ബോഡി ഷെയ്മിങ് ആണ്. പിന്നെ നിറത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള അധിക്ഷേപം. ഇയാൾക്കെതിരെ സംസാരിക്കാൻ പറ്റത്തില്ല. ഈവൻ ആരോടെങ്കിലും ഇയാളെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഏതെങ്കിലും വഴിയിൽ ഇതറിയും. അത്രയും കണക്ഷൻ ഇവിടെ ആ കോളേജിൽ ഇവനുണ്ട്. ഇയാളുടെ ചെവിയിൽ ഈ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം അധോഗതിയാണ്. അവരുടെ ഇന്റേണൽ മാർക്കിൽ കൈവെക്കും, അറ്റൻഡൻസിൽ കൈവെക്കും, എല്ലാത്തിനകത്തും കൈവെക്കും. അവർക്ക് പിന്നെ അവിടെ നരകമാണ്. മര്യാദയ്ക്ക് പിന്നെ ആ കോളേജിൽ പിള്ളേർക്ക് പഠിക്കാൻ പറ്റും. ശത്രുക്കളെ പോലാണ് പിന്നെ ട്രീറ്റ് ചെയ്യുന്നത്. എക്സ്ട്രീം ലെവൽ ടോർച്ചറിങ് ആയിരിക്കും. ഇതിന് സമാനമായി മുൻപും ഈ പറയുന്ന നിതിൻ രാജ് അനുഭവിച്ച ഇൻസിഡന്റ് സമാനമായിട്ടുള്ള ഇൻസിഡൻസിന് മുമ്പും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇയാൾക്കെതിരെ കംപ്ലൈന്റ് പോയിട്ടുണ്ട്. ഇതിന് മുമ്പിരുന്ന ഒരു പ്രിൻസിപ്പിള് അത് ഇയാളുടെ പപ്പറ്റായിരുന്നു. ഇപ്പൊ അയാൾ പോയിട്ട് വേറൊരു പ്രിൻസിപ്പിളാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവനവിടെ കാട്ടിക്കൂട്ടുന്നത് എന്തും ആ കോളേജിൽ നടക്കുമെന്നുള്ളതാണ്. ഇതിനു മുമ്പ് കംപ്ലൈന്റ് പോയ സമയത്ത് ഇവനെ ഒരു മാസം ഒന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പേരിനെന്തോ ഒരു മാസം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ചു വരുന്നത് അതിനേക്കാളും വലിയ ഇതായിട്ടാണ്. ആരൊക്കെ കംപ്ലൈന്റ് ചെയ്താലും നീയൊന്നും എന്റെ രോമത്തിൽ പോലും തൊടൂല എന്നുള്ള രീതിയിൽ, എന്നുള്ള മട്ടിലാണ് ഇവൻ സംസാരിക്കുന്നത്. പുള്ളി ഇവിടെ തന്നെ ഉണ്ടാവും, നീയൊക്കെ അനുഭവിക്കും. ഈ രീതിയിലാണ് പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ്. അതുപോലെ തന്നെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞതാണ്, ഇവൻ റാഗ് ചെയ്ത്, ഇവൻ പഠിക്കുന്ന സമയത്ത് റാഗ് ചെയ്ത് കഥയൊക്കെയാണ് ക്ലാസ്സിൽ വന്ന് പറയുന്നത്. റാഗ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് ബീർ കുടിപ്പിക്കുക, ബീർ കുപ്പി എടുത്ത് തലയിലടിച്ച് പൊട്ടിക്കുക, കുട്ടികളെ ഷോക്ക് അടിപ്പിക്കുക. കുട്ടികൾ മീൻസ് യവൻ പഠിച്ച സമയത്ത് ഇതൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഭയങ്കര പ്രൗഡായിട്ട് വന്ന് റാഗ് ചെയ്ത കഥകളൊക്കെ പറയുകയാണ്. പിന്നെ ആരുടെ കൊന്ന കഥകളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു ഒരു കുട്ടി. ഒരു പ്രൊഫസർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എങ്ങനെയൊക്കെ ആകരുതോ അതെല്ലാം അത്രയും വൃത്തികെട്ട ഒരുത്തനാണ് യവൻ. ഇനിയിപ്പോ ഈ മരിച്ച നിതിന്റെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്തും യവനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അത് ഞാനൊന്ന് വെക്കാം. ഇന്നലെ കൊറേ നടന്നിട്ടുണ്ട്. നമ്മള് മറ്റേ ഇതിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്താണ് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിന്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. ഞാൻ പറഞ്ഞു, സാറേ അതൊന്ന് കാണണമെന്ന്. ഇവനെന്ത് ഗുണ്ടയാണോ? ഒരു പ്രൊഫസർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ പറയേണ്ട വാക്കാണോ അത്? കൈയും കാലും വെട്ടും, കൈയില്ലാതെ ജീവിക്കും. ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ, ഇവന്റെ ലെവൽ മനസ്സിലായല്ലോ. സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു ഇതിന് കൂളെന്ന് പറഞ്ഞു. ഇല്ല ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് ഇതിനെ നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടില്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണേ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ എന്താ ഇൻസൾട്ട് ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, അങ്ങേറ്റം ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചു നടന്ന് ചിരിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു, ക്ലാസ്സിൽ 100-99 പേരും തൻ്റെ അടിമയായിരിക്കും. ഞാൻ എന്തായാലും അതില്ല, ഞാൻ താനും നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ടുള്ളൂ, ഞാൻ സാറ് ഇന്നലെ വിളിച്ചിട്ടേ അല്ല. അപ്പം ഇത് റാമിനെ പറ്റി നിതിൻ പറഞ്ഞ കാര്യമാണ്, അവൻ്റെ അനുഭവമാണ് ആ പറഞ്ഞത്. കുട്ടികൾ ഇയാളുടെ അടിമയായിട്ട് ഇയാൾ പറയുന്ന കേട്ട് ഇയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കണം. അല്ലാത്തവർക്ക് ഇതാണ് അവസ്ഥ. അല്ലാത്തവരുടെ ഭാവി തകർക്കും. പിന്നെ പഠിക്കാൻ അവിടെ സമ്മതിക്കത്തില്ല. ഒരു കുട്ടിയും ഇത് പേടിച്ചിട്ട് പ്രതികരിക്കില്ല. ഈ ടോർച്ചറിങ് ഭയന്ന് പ്രതികരിക്കില്ല. ഞാനൊന്നും കേട്ടില്ല, ഞാൻ പൊട്ടനാണ്, ഞാൻ മണ്ടനാണ് എന്നും പറഞ്ഞിരുന്നിട്ടാണ് പല പിള്ളേരും അവിടെ നിന്ന് പഠിക്കുന്നത്. അറിഞ്ഞിടത്തോളം ഈ കോളേജിൽ ഇയാൾക്ക് നല്ല പിടിപാടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവൻ്റെയൊക്കെ തോന്നി മാസം ഈ കോളേജിൽ അരങ്ങേറുന്നത്. ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ന്യൂസ് അങ്ങ് വേറെ ന്യൂസ് വരുമ്പോഴത്തേക്ക് ഈ ന്യൂസിന്റെ വാല്യൂ പോവും. ഇത് ആളുകൾ മറക്കും. ഇപ്പൊ 2 ദിവസമായിട്ട് ഇത് സെൻസേഷൻ ആയിട്ട് നിൽക്കുന്നതിന്റെ പേരിൽ ആളുകൾ ഓർത്തിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മളും മറക്കും. ഈ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഞാനും മറക്കും, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും മറക്കും, എല്ലാവരും മറക്കും. പക്ഷെ ഈ കോളേജിലുള്ള യവനോ ആ കുട്ടികളോ മറക്കത്തില്ല. ഏതെങ്കിലും കുട്ടി ഇവനെതിരെ സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അധോഗതിയാണ്. അതുകൊണ്ടാണ് അത് ഓർത്തിട്ടാണ് ഒരു പിള്ളേർ പോലും മുന്നിലോട്ട് വന്ന് സംസാരിക്കാൻ നിൽക്കാത്തത്. നിതിൻ മാത്രമല്ല യവന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ടോർച്ചറിങ് അനുഭവിച്ചിട്ടുള്ളത്. പക്ഷെ എത്ര കുട്ടികൾ വന്ന് സംസാരിക്കാൻ നിങ്ങൾ കണ്ടോ ആലോചിച്ച് നോക്ക്. ഒരാളും വന്നിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ന്യൂസിന്റെ ഒക്കെ പ്രാധാന്യം കുറയുന്നതനുസരിച്ചിട്ട് അവർ പിന്നെ കോളേജിലോട്ട് ചെല്ലുമ്പോൾ അവരുടെ കാര്യം തീരുമാനത്തിലാവും.
അത് പേടിച്ചിട്ടാണ് ആരും ഒന്നും മിണ്ടാത്തത്. അതുപോലെ തന്നെ നിതിന്റെ ക്ലാസ്മേറ്റിന്റെ മദർ പുള്ളിക്കാരത്തി ഈ ശീതളസം എന്ന് പറയുന്ന ചാനലിൽ പുള്ളിക്കാരത്തി വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുകൂടെ ഞാൻ വെക്കാം, നിങ്ങൾ അതോടെ ഒന്ന് കേൾക്കും. ഇവര് കംപ്ലൈന്റ് ഒരു ദിവസം ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവർക്ക് ഫസ്റ്റ് ഇന്റേണൽ കഴിഞ്ഞതിന് ശേഷം പേരന്റ്സ് മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 25-നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഇവന്റെ അച്ഛനും അമ്മയും വന്നില്ല. അച്ഛൻ പറയുന്നില്ല കരഞ്ഞ്. അപ്പൊ അവര് വന്നില്ലാത്തോണ്ട് ഇയാള് ഈ റാംസാർ എന്ന് പറഞ്ഞ വ്യക്തി പിറ്റേ ദിവസം കോളേജിൽ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഇവനോട് പറഞ്ഞെന്ന് നിന്റെ അച്ഛൻ വന്നില്ല, നിന്റെ ഇന്റേണൽ മാർക്ക് സി മാർക്ക് കുറയ്ക്കുമെന്ന്. സി മാർക്ക് കുറയ്ക്കും, നിനക്ക് സി മാർക്ക് തരില്ല, നിന്റെ പേപ്പർ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ആൻസർ പേപ്പർ എന്നിട്ട് ആൻസർ പേപ്പർ എടുത്തിട്ട് ഇയാൾ അത് ഫുൾ അവിടെ നിന്ന് വായിച്ചിട്ട് അധിക്ഷേപിക്കുക. അത് ശരി. ക്ലാസ് റൂമിൽ ഈ 85 പിള്ളേര് പഠിക്കുന്ന ക്ലാസ് റൂമിൽ നിന്നിട്ട് ഈ കൊച്ചിനെ നിന്നങ്ങ് അധിക്ഷേപിക്കുമെന്ന് പറഞ്ഞു. നേരത്തെ നിതിൻ പറഞ്ഞത് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അന്നേരമാണ് അവൻ പ്രതികരിച്ചത്. അപ്പോഴാണ് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയിട്ട് ഈ രീതിയിൽ ചൂടാവുന്ന സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. ഈ ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടാണത്. എല്ലാ തരത്തിലും അധിക്ഷേപിച്ചു അതിനെ, നിറത്തിന്റെ പേരിലും. അയാൾക്ക് ബോഡി ഷേമിങ്. ഇവരെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട്, അവള് അത്യാവശ്യം നല്ല തടിയുള്ളത്. നീ എന്താടി ട്രാൻസ്ജെൻഡർ ആണോ, നീ എന്താ തടിച്ചാണോ, ഇയാൾക്ക് ഇങ്ങനെ ഈ ബോഡി ഷേമിങ് ആണെന്ന് പറഞ്ഞു. പെൺകുട്ടികളൊന്നുമില്ല ഇയാൾക്ക്. അപ്പൊ വേറെ ആരും ഇയാൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടില്ലേ? ഈ ഒരു പേടിയാണ്, എല്ലാവർക്കും പേടിയാ ഇയാളെ. സി മാർക്ക് കുറയ്ക്കും, പിന്നെ നിങ്ങൾ പോയി ചത്താലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ചാടി ചാവുന്നവര് ചാടി ചത്തോ ഒരു കുഴപ്പമില്ല, ഇതൊക്കെയാ ഇയാള് പറയുന്നത്. ഇയാൾക്ക് ഒരു വിഷയം, ഇയാള് നമ്മള് ചന്തയിലുള്ള ആൾക്കാർ അവരെയും പറയരുത്, അത്രയും തരം താണ വർത്താനാന്ന് പറഞ്ഞു ഇയാളുടെ വായിന്ന് വരുന്നത്. നിലവാരമില്ലാത്തവനാണല്ലേ, കരഞ്ഞുകൊണ്ട്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞില്ല, ഈ പേപ്പർ ഇങ്ങനെ ഇയാള് ഇട്ട് എന്തൊക്കെയോ ഇവനെ കുറെ അപമാനിച്ചു കഴിഞ്ഞപ്പോ ഇവൻ എന്തോ ഐ ഡോണ്ട് ലൈക്ക് എന്തോ ഒരു ഈ കോളേജിന് എന്തോ ഒരു കൂട്ടി പറഞ്ഞു. ദേഷ്യം വന്നിട്ട് അത്രയും അപമാനിച്ചു. അന്നേരം അവന് ദേഷ്യം. അപ്പൊ തന്നെ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് നീ വാന്ന് പറഞ്ഞ് ഇയാള് വലിച്ചു പിടിച്ച് കൊണ്ടുപോയിന്ന്. അത് ശരി. ഇതൊക്കെ ഈ വിവരമൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ കുട്ടി എല്ലാം വീട്ടിൽ. ഞാനിപ്പോ ഇന്നിപ്പോ അവരുടെ അച്ഛനും പെങ്ങളും പറയുന്നത് കേട്ടിട്ട് മൊത്തം കുട്ടി വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഉള്ള സംഭവം, അത് ഒരിക്കലും ഒരു നുണയല്ല. ഈ സംഭവത്തിന് ശേഷം ഈ റാം എന്ന് പറയുന്ന ആള് പ്രതികരിച്ചോ? അയാൾ അവിടെ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ. ഇവൻ മരിച്ചതിന് ശേഷം അയാൾ അവിടെ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടെന്ന്. അപ്പൊ പൂർണ്ണമായിട്ടും അയാൾക്ക് വിശ്വാസമുണ്ട് അയാൾ ഇതിൽ പെടില്ല. അതിന്റെ വെച്ചാൽ ഇവര് കാഷ്വാലിറ്റി, എന്റെ മോള് വേറെ കൂട്ടുകാരത്തെയും കൂടെ അറിഞ്ഞപാടെ ഇവര് കാഷ്വാലിറ്റിയിലേക്ക് ഓടി. ബാക്കി കുറെ പേര് ഹോസ്റ്റലിലേക്ക് പോയിരുന്നു. അപ്പൊ ഇവര് ഈ സീനിയേഴ്സ് ഇവരെ ഡെന്റൽ ക്ലീൻ ചെയ്യാനൊക്കെ കൊണ്ടുപോകില്ല. അപ്പൊ അവിടെ നിന്ന് അറിഞ്ഞിട്ട് ഇവർ ഓടി കാഷ്വാലിറ്റി ചെന്നപ്പോഴേക്ക് ഇയാൾ അവിടെ എങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ആ ബോഡി അവിടെ കൊണ്ട് കാണിക്കാൻ വെച്ചിട്ട് ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു വ്യക്തികളും ആ ബോഡി കാണാൻ വന്നിട്ടില്ല. ടീച്ചേഴ്സ്, ഈ റാംസാറ്, സംഗീത മേഡം, അവരൊക്കെ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരാണ്, ഡെന്റൽ അനാട്ടമി, അവരൊറ്റൊരുത്തര് വന്നിട്ടില്ല ആ ബോഡി കാണാൻ. ഇതാണ് റാം. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും മനുഷ്യത്വം എന്ന് പറയുന്നത് ഇവനുണ്ടോ? ഒരു പയ്യൻ മരിച്ച സമയത്ത് പോലും ഇളിച്ചുകൊണ്ടാണ് ഈ നായ നിന്നതെന്നാണ് അവർ പറയുന്നത്. അത്രയും സൈക്കോ തരമുള്ള ഒരുത്തൻ. ഇവനൊക്കെയാണ് ഈ പിള്ളേരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ പിള്ളേർക്ക് ഉണ്ടാവുന്ന ട്രോമ എത്രമാത്രമായിരിക്കും. അത് ജീവിതകാലത്ത് അവരുടെ മൈൻഡിൽ നിന്ന് പോവില്ല. ഇനി രണ്ടാമത്തെ കക്ഷി സംഗീത എന്ന് പറയുന്ന വ്യക്തി, സംഗീത നമ്പ്യാർ, എവരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കുട്ടികൾ പറയുന്നതനുസരിച്ചിട്ട് എവര് വലിയൊരു പ്രശ്നക്കാരി അല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കുട്ടികളൊക്കെ പറയുന്നത് സംഗീത മാം ഇവനെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട്, ആ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ട സമയത്ത് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ സംഗീത എന്ന് പറയുന്ന പുള്ളിക്കാരത്തി അങ്ങനത്തെ ഒരു മാം അല്ല എന്നാണ് അവർ പറയുന്നത്. പിള്ളേർ പറയുന്നത് മാത്രമേ നമുക്ക് അറിയൂ. എന്താണെങ്കിലും ഈ മരണമായിട്ട് ബന്ധപ്പെട്ട് നിതിന്റെ വീട്ടുകാർ കുറെ സംശയങ്ങൾ പറയുന്നുണ്ട്. നിതിന്റെ ചേച്ചി പറയുന്നത് കേട്ടു, അതേ ദിവസം മരിക്കുന്ന ദിവസം മണിക്കൂറുകൾക്ക് മുമ്പ് പുള്ളിക്കാരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ സംസാരിച്ചതുമാണ്. അതിനുശേഷം കോളേജിലെ മെസ് ഫീക്ക് വേണ്ടിയിട്ട് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യും എന്നാണ് പുള്ളിക്കാരത്ത് ചോദിക്കുന്നത്. സോ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് എന്താണ് ഒരു പ്രകോപനം, അത് പെട്ടെന്ന് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. ആ മോട്ടീവ് എന്തായിരുന്നു എന്ന്. മാത്രമല്ല നിതിന്റെ വോയിസ് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. അതിനകത്ത് അത്യാവശ്യം അവൻ സ്ട്രോങ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒരു കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സംസാരത്തിൽ ഒരു പതർച്ച ഒന്നുമില്ല. അവൻ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അത്രയും പ്രശ്നങ്ങൾ, അത്രയും ഹ്യൂമിലിയേഷൻ അനുഭവിച്ചതിന് ശേഷവും അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരുത്തൻ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ലോജിക്കലി വിശ്വസിക്കാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അതിന്റെ പുറകിൽ അത്രയും വലിയൊരു മോട്ടീവ് ഉണ്ടായിരിക്കണം പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിതിനെ പറ്റി പറയാം. പിള്ളേർ പറയുന്നത് നിതിൻ അത്യാവശ്യം ഒരു ഹൈപ്പർ ആക്റ്റീവ് ടൈപ്പാണ്. ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. തരക്കേടില്ലാത്ത രീതിയിൽ പഠിക്കും എന്നുള്ള രീതിയിൽ. ഇവനെ കോളേജിലുള്ള ഒരുപ്പെട്ട എല്ലാവർക്കും അറിയാം. അതിനൊരു കാരണമുണ്ട്. കോളേജിൽ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. ഇവന്റെ പേരിൽ ഒരു ഹണി ട്രാപ്പ് കേസ് വന്നിട്ടുണ്ട്. അത് കോളേജ് മൊത്തം അറിഞ്ഞ കാര്യമാണ്. നിതിൻ ഒരു പെണ്ണിന്റെ ID യൂസ് ചെയ്ത് അത്യാവശ്യം പ്രായം ചെന്ന ഒരു പുള്ളിയെ പറ്റിച്ച് അയാളുടെ കയ്യിൽ നിന്ന് കുറെ പണം തട്ടിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ഈ വ്യക്തി കോളേജിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ നിതിന്റെ പേരിൽ കേസും വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അറിയാൻ സാധിച്ചത്.
കേസ് ആയിട്ടുണ്ടെന്നും ആയിട്ടില്ലെന്നും പറയുന്നു. ഇതിന് പല പല വെർഷൻസ് കേൾക്കുന്നുണ്ട്. നിതിൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന്റെ കാരണം അവൻ ഏതോ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിരുന്നു, അത് കൊടുക്കാതെ വന്നപ്പം അവരാണ് കോളേജിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിലാണ്. എന്താണെങ്കിലും ഈ ഒരു പ്രശ്നം കോളേജ് മൊത്തം അറിഞ്ഞതാണ്. ഇതേ തുടർന്ന് ഇവനൊരു 1 month സസ്പെൻഷനും കിട്ടിയെന്ന് പറയുന്നുണ്ട്. ന്യൂസിനകത്ത് ഈ സീനിയേഴ്സ് റാഗ് ചെയ്തതിനെ തുടർന്ന് ഇവൻ കോളേജിൽ നിന്ന് വീട്ടിൽ വന്ന് 1 month വീട്ടിൽ നിന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങാതെ റൂം അടച്ച് തന്നെ അകത്തിരിക്കുകയായിരുന്നു എന്നുള്ള തരത്തിൽ ഇവന്റെ പേരൻസ് പറയുന്നുണ്ടായിരുന്നു ഈ റാഗിങ്ങിനെ തുടർന്ന്. പക്ഷേ നമുക്കറിയാൻ സാധിച്ചത് അത് റാഗിങ്ങിനെ തുടർന്നല്ല, ഈ ഒരു കേസ്, ഈ പർട്ടിക്കുലർ ഈ കേസ് കാരണമാണ് അവനെ സസ്പെൻഷൻ കിട്ടിയ സമയത്താണ് അവൻ വീട്ടിൽ റൂം അടച്ചിരുന്നത് എന്നാണ്. ഇതൊക്കെ ഈ കോളേജിലെ കുട്ടികളുടെ വായിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു ലോൺ ആപ്പിന്റെ കഥയും കേട്ടു. ഈ നിതിൻ അവിടുത്തെ മറ്റൊരു ടീച്ചറിന്റെ പേരിൽ ഈ ലോൺ ആപ്പിൽ നിന്ന് പൈസ കടം വാങ്ങുകയും ഇത് ഈ ടീച്ചർ അറിഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും ഇവനെ സ്റ്റാഫ് റൂമിൽ വിളിച്ച് ഫയർ ചെയ്തു എന്നും കേൾക്കുന്നുണ്ട്. അത് വലിയൊരു ഇഷ്യൂ ആയി മാറിയെന്നും കേൾക്കുന്നു. അപ്പൊ ചില കുട്ടികൾ പറയുന്നത് ഈ കാരണത്താലാണ് ഇവൻ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ ചെയ്തത്. വീട്ടുകാർ പറയുന്നത് ഈ HODയുടെയും ബാക്കി പ്രൊഫസേഴ്സിന്റെയും ടോർച്ചർ കാരണമാണ് നിതിൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നാണ്. നിതിന്റെ മരണത്തിന്റെ പിന്നുള്ള കാരണം എന്താണെങ്കിലും പോലീസ് കണ്ടെത്തട്ടെ. ഇതിനകത്ത് ഈ റാം എന്ന് പറയുന്നവന് പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ റാമിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് യാതൊരു മാറ്റവും. ഒരു രീതിയിലും എവൻ കുട്ടികളെ പഠിപ്പിക്കാനോ ഈ ഡോക്ടർ എന്നുള്ള രീതിയിൽ നിൽക്കാനോ ഒരു യോഗ്യതയില്ലാത്ത ഒരുത്തനാണ് അവൻ. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലായിട്ടുള്ളത്. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ 2 കാര്യങ്ങൾ, ഈ ലോൺ ആപ്പിന്റെയും അതുപോലെ തന്നെ മറ്റേ ട്രാപ്പിന്റെ കാര്യങ്ങളും, ഈ 2 കാര്യവും പോലീസ് ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. അതിനെപ്പറ്റി സായി വീഡിയോ സമയത്ത് പുള്ളി പറയുന്നത് കേട്ടു, പക്ഷേ ന്യൂസ് ചാനൽസ് ഒന്നും പറയുന്നത് കേട്ടില്ല. ഞാൻ അന്വേഷിച്ച സമയത്തും ഞാനും ഈ ഒരു സ്റ്റോറി തന്നെയാണ് കേട്ടത്. സോ എന്താണെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് വരാം. വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ വന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ശരി.